ഇന്ന് നമുക്ക് ഇതിന്റെ അടിസ്ഥാനമിട്ട, ഈ കൂടാരത്തിന്റെ അടിസ്ഥാനമിട്ട നമ്മുടെ പിതാവ് തന്നെയാണ് ഇന്ന് ഈ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത്. അച്ഛൻ അനുഭവിച്ചതും അറിഞ്ഞതും അത് പ്രഘോഷിക്കാതിരിക്കാൻ അച്ഛന് സാധിക്കുകയില്ല. അച്ഛൻ ഒരു വചനഭാഗം എടുത്തു കഴിയുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ളതായ ഒരു അവലോകനം മാത്രമല്ല നമുക്ക് തരുന്നത്. വരികൾക്കിടയിലൂടെ അച്ഛൻ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ ഓരോ വരികളിൽ നിന്നും അച്ഛൻ അതിന്റെ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന ഇത് മനോഹരമായ, എന്താ പറയാ, വീണ്ടും നമുക്ക് ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ളതായ ഒരു വചന വ്യാഖ്യാനമാണ് അച്ഛൻ്റെത് നമ്മൾ കാണാൻ സാധിക്കും. ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിട്ടുള്ള വചനഭാഗം ലൂക്കയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അതിൻ്റെ അകത്ത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചാണ്. 13 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങളാണത്. പ്രിയമുള്ളവരെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് 2 പേരാണ് എന്ന് കൃത്യമായിട്ട് വചനത്തിന്റെ ആരംഭത്തിൽ പറയുന്നു. ഈ 2 പേര് ആരൊക്കെയായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ ഈ വചനത്തോട് ചോദിക്കുമ്പോൾ 10-ാമത്തെ വചനവും 18-ാമത്തെ വചനവും കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഒരാളെ ക്ലിയർ ആവും. അത് ചെറിയ യാക്കോബിന്റെ പിതാവും മറിയയുടെ സഹോദരിയായ മറിയത്തിന്റെ ഭർത്താവുമായ ക്ലെയോപ്പ ആയിരുന്നു. അത് രണ്ടാമത്തെ ആള് ആര് എന്ന ചോദ്യത്തിന് വചനത്തിന് സൂചനകളൊന്നുമില്ല. എങ്കിലും സഭാ പണ്ഡിതന്മാര് പറയുന്നത് അത് യേശുവിന്റെ 70 ശിഷ്യന്മാരിൽ ഒരാളായ ഈ സുവിശേഷത്തിന്റെ തന്നെ കർത്താവായ ലൂക്കയാണ് അതെന്നാണ് പറയുക. കാരണം പലപ്പോഴും സുവിശേഷകന്മാര് അവരുടെ കാര്യം വരുമ്പോ അവര് സൈലന്റ് ആവുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ ലൂക്കയായിരിക്കണം അതെന്നുള്ളതാണ് നിഗമനം. 100% നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, എങ്കിലും അദ്ദേഹമായിരിക്കണം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അവരാരായിരുന്നാലും നമുക്കത്ര ഗൗരവമുള്ള കാര്യമല്ല. ഇവര് 2 പേരും ജെറൂസലേമിൽ നിന്നാണ് ഈ എമ്മാവൂസിലേക്ക് പോയത്. എമ്മാവൂസ് ഏത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ചരിത്രപരമായ ഉത്തരം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളെ കുറിച്ചും അന്നത്തെ എമ്മാവൂസ് ഇന്നതായിരുന്നു പലരും പറയുന്നത്. ഏതായാലും ഇവിടെ വചനത്തിന്റെ വെളിച്ചത്തില് 60 സ്താദിയോൺ ദൂരത്തിലായിരുന്ന സ്ഥലമായിരുന്നു എന്നൊരു സൂചനയുണ്ട്. 60 സ്താദിയോൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിലേക്ക് അതിനെ തർജ്ജിമ ചെയ്യുമ്പോൾ അത് ഏറെക്കുറെ ഒരു 12.5 കിലോമീറ്ററിന് മുകളിൽ വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ 12.86 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും അകലേക്കാണ് ഇവരുടെ യാത്ര. യേശുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പോയതെന്ന് നമുക്ക് പിടിയില്ല. പക്ഷെ യേശുവിനെ തിരിച്ചറിഞ്ഞ നിമിഷത്തില് ഇവര് തിരിച്ച് ജെറൂസലേമിലേക്ക് വരുന്നു. അതിന്റെ അർത്ഥം അത്ര പ്രധാനപ്പെട്ട കാര്യത്തിനൊന്നും ആയിരുന്നിരിക്കില്ല അവർ പോയത്. ഒരു പക്ഷേ യേശുവിന്റെ അഭാവത്തിലുള്ള ദുഃഖമോ അസ്വസ്ഥതകളോ ഒക്കെ ആയിരിക്കാം അവരെ അങ്ങനെ ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കണം അത് ക്രിസ്തുവിനെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞപ്പോ അവര് തിരിച്ചു പോരുന്നു. ആ നിമിഷത്തിൽ തന്നെ പോരുന്നു എന്നാ പറയും. അപ്പൊ ഈ പോകുന്ന പോക്കിന് വ്യക്തമായ ലക്ഷ്യങ്ങളോ ബോധ്യങ്ങളോ ഒന്നും ഉണ്ടായി കാണില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ യാത്രകള് അങ്ങനെയൊക്കെ തന്നെ. എവിടെ നിന്നെങ്കിലുമൊക്കെ ഒഴിവാവാൻ, എവിടെ നിന്നെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ഒക്കെ ഉള്ള യാത്രകളാണ് പലപ്പോഴും ഉള്ള യാത്രകൾ. നമ്മുടെ ടൂറുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരർത്ഥത്തില് ചില മുരടിപ്പുകളിൽ നിന്ന്, ചില ബോറടികളിൽ നിന്ന് ഒക്കെയുള്ള ഒരു ഒളിച്ചോട്ടം. യാത്രകള് പലപ്പോഴും ഈ ഒളിച്ചോട്ടങ്ങൾ ഒരു മിക്കവാറും ജീവിതയാത്രയും അത്തരത്തിലുള്ള ചില ഒളിച്ചോട്ടങ്ങളുടെ സാധ്യതകളുണ്ട്. ലക്ഷ്യങ്ങളൊന്നുമില്ലാതെയുള്ള ജീവിത യാത്രയാകുമ്പോൾ അത് ഒളിച്ചോട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന
എമ്മൗസ് യാത്രയുടെ സൂചന തന്നെയാണ്. ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനം വചനം പറയുന്നു. നീ പോകുന്ന വഴി ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്നു, വാദിച്ചുകൊണ്ടിരുന്നു. ഇത് രണ്ടും രണ്ട് ലിംഗത്തിന്റെ സൂചനയാണ്. നിരന്തരമായിട്ട് സംസാരിക്കുന്നത് സാധാരണഗതിയിലെ സ്ത്രീകളാണ് എന്നൊരു സങ്കല്പമുണ്ട്. കൂടുതൽ വാദിക്കുന്നത് പുരുഷന്മാരാണ് എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോ ഈ രണ്ട് ഭാവങ്ങള് മനുഷ്യന്റെ സംസാര വാ തുറന്നാൽ എന്താണോ പുറത്തു വരുന്നത് അതിന്റെ ആകത്തുകയാണ് സംസാരവും വാദവും. സംസാരം കൊണ്ടും വാദം കൊണ്ടും ആർക്കും ആരെയും തിരുത്താനോ, ആർക്കും ആരെയും ബോധ്യപ്പെടുത്താനോ, ആർക്കും ആരെയും സ്വാധീനിക്കാനോ, ആർക്കും ആരെയും മാനസാന്തരപ്പെടുത്താനോ ഒന്നും സാധ്യമല്ല. വാദം കൊണ്ട് ആരാണ് ഇന്നവരെ നേടിയിട്ടുള്ളത്? ആരും നേടിയിട്ടില്ല. വാദം കൊണ്ട് നഷ്ടങ്ങളും വിധികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സംസാരം കൊണ്ടും മിക്കവാറും അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞതുപോലെ നാവ് അടക്കുക പണിയെടുക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉണ്ടാക്കി. ഒരുപാട് സംസാരം നമുക്ക് കൂടുതലാകുമ്പോൾ കുറച്ച് മൗനത്തിലേക്ക് പോകുന്നത് നല്ലതാണ്. ഏതായാലും ഈ ക്രിസ്തു ശിഷ്യന്മാർക്കുള്ള വലിയ രണ്ട് ദോഷങ്ങളാണ് അനാവശ്യമായ സംസാരവും അനാവശ്യമായ വാദങ്ങളും. ഇന്ന് സോഷ്യൽ മീഡിയകൾ നോക്കുമ്പോൾ ഈ വാദങ്ങളും സംസാരങ്ങളും തന്നെയാണ് നടക്കുക. ഒരാള് അയാളുടെ നിലപാടുകളെ, അയാളുടെ ഗ്രൂപ്പിലുള്ളവരുടെ നിലപാടുകളെ ന്യായീകരിച്ച് ഉള്ള പോസ്റ്റുകൾ ഇങ്ങനെ ചറവറ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ വാദങ്ങളുടെ സൂചനയാണ്. വായ കൊണ്ട് വാദിക്കാൻ പറ്റാണ്ടാകുമ്പോൾ അത് പോസ്റ്റുകളിലൂടെ വാദിക്കുക. അപ്പോൾ ഈ സംസാരങ്ങളും വാദങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. മനുഷ്യര് പലപ്പോഴും, നമ്മളൊക്കെയും നടത്തുന്നത്, എന്തിനേറെ നമ്മുടെ വചന വായന പോലും ഈ സംസാരത്തിന്റെയോ വാദത്തിന്റെയോ ഒക്കെ സ്വഭാവങ്ങൾ അണിയുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മുടെ വചന ശുശ്രൂഷ പോലും ഒരു സംസാരമാകുന്നുണ്ടോ അല്ലെങ്കിൽ വാദമാകുന്നുണ്ടോ എന്നൊന്ന് ധ്യാനിക്കുന്നത് നല്ലത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചും വാദിച്ചും പോകുമ്പോൾ ഒരു മർമ്മപ്രധാനമായ കാര്യമുണ്ട്. ഇവര് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന വിഷയം എന്താ? അത് ക്രിസ്തു തന്നെ. അതുകൊണ്ട് ക്രിസ്തു അവരുടെ കൂട്ടത്തിൽ കൂടുക. കാരണം ക്രിസ്തു പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യ ഞാനുണ്ടാവും. ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ പോലും ഈ സംസാരത്തിലും വാദത്തിലും പോലും ക്രിസ്തു ഉണ്ടാകും. പക്ഷേ ക്രിസ്തു ചോദ്യവുമായിട്ടായിരിക്കും ഉണ്ടാകുക. എന്താ ചോദ്യം? എന്തിനെ കുറിച്ചാ നിങ്ങൾ സംസാരിക്കുന്നത്? അറിയാത്തതുകൊണ്ടല്ല, ആ സംസാരം അസ്ഥാനത്താണ് എന്ന് ക്രിസ്തുവിന് അറിയാവുന്നതുകൊണ്ട്. എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല എന്നിട്ടല്ല, ആ സംസാരത്തിന്റെ ലക്ഷ്യം പെശകായതുകൊണ്ടാണ് ചോദ്യം. ലൂക്കയുടെ സുവിശേഷം നമ്മള് ചോദ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത് 137ാമത്തെ ചോദ്യം. അപ്പം ഈ ചോദ്യത്തില് ക്രിസ്തു നമ്മളെയും ഈ ചോദ്യത്തിന് വിഷയീഭവിപ്പിക്കണ്ടോ എന്നുള്ള, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ആകുലപ്പെടുക? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുക? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പണിയെടുക്കുക? എന്തിനെ കുറിച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് എന്തിനെ കുറിച്ച്. ഈ സംസാരത്തിന്റെ ലക്ഷ്യം എന്താ? ഈ കർമ്മത്തിന്റെ ലക്ഷ്യം എന്താ? ഈ വചനവായനയുടെ ലക്ഷ്യം എന്താ? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അപ്പോ എന്തിനെ കുറിച്ച് എന്നത് കർത്താവ് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഉത്തരം നമുക്കുണ്ടാകും. ഇവിടെ അവര് എന്തിനെ കുറിച്ചെന്ന് ചോദിക്കുമ്പോൾ രണ്ട് തലത്തിലാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്റർ എന്താ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്. ഏതായാലും അവർ പറഞ്ഞ ഉത്തരം എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്നല്ല, എന്താണ് സംസാരിച്ചതെന്നാ പറഞ്ഞത്. അവര് മ്ലാനവദനരായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തില് മ്ലാനത ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ
അടയാളമായിരിക്കും. കുറച്ചു കാലം മുമ്പ് നമ്മുടെ സത്യദീപം ക്രിസ്തുവിന്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ കലണ്ടറിൽ കൊടുത്തു. അത് വലിയ വിവാദമായി. ക്രിസ്തു എപ്പോഴാ ചിരിച്ചേ? ക്രിസ്തു ചിരിക്കാത്തവനായിട്ടാണ് നമ്മുടെയൊക്കെ സങ്കല്പം. ഏതായാലും അങ്ങനെ ഒരു ദൈവസങ്കല്പം അല്ല ബൈബിളിന്റെ. നിങ്ങൾ ഉപവസിക്കുമ്പോൾ പോലും എണ്ണ തേച്ച് കുളിച്ച് റെഡിയായിട്ടിരിക്കും. മറ്റുള്ളവരെ അത് അറിയിക്കാത്ത, നമ്മുടെ ദുഃഖവും നമ്മുടെ പരിത്യാഗവും ഒക്കെ അറിയിക്കാതെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവനാണ്. അത് എൻ്റെ ദുഃഖവും എൻ്റെ വേദനകളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ആ ദുഃഖവും വേദനയും അറിയിക്കുമ്പോൾ അറിയിക്കുന്നവരിലേക്ക് ഇത് പടരും. രണ്ട്, ഞാനത് അനുഭവിക്കുന്നു എന്നത് പറയുമ്പോൾ എൻ്റെ സഹനത്തിന് വിലയില്ലാതാവും. മൂന്ന്, അതിൽ നിന്ന് ഞാൻ അതിലൂടെ അവരിൽ നിന്ന് ഞാൻ ചില സിമ്പതികൾ പിടിച്ചു പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പണ്ടപ്പെരുപ്പും പരാതിയും പറയാന്ന് പറയും നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ. ചെയ്തതിനെ കുറിച്ച്, കഷ്ടപ്പെട്ടതിനെ കുറിച്ച്, ബുദ്ധിമുട്ടിയതിനെ കുറിച്ച്. ഈ മ്ലാനതയുടെ അടയാളമാണ്. എൻ്റെ പഴയ ചരിത്രം, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ മുഖം മ്ലാനമാണ്, അവളുടെ മുഖം മ്ലാനമാണെന്ന്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തില് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഏറെ കഷ്ടപ്പെട്ടു എന്ന് കണക്ക് പറയേണ്ട ഗതികേട് വന്നപ്പോഴാണ് ഈ മ്ലാനത പടരുമ്പോഴാണ്. മ്ലാനത പടരുമ്പോ ഈ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയാൻ. ഈ മ്ലാനത ഉള്ളത് കൊണ്ടാണ്, ഈ രണ്ടു പേർക്കും മ്ലാനത ഉണ്ടായത് കൊണ്ടാണ് അവരനുഭവിച്ച പ്രശ്നങ്ങള് യേശുവിന്റെ മുമ്പില് തുറന്നു വെക്കുക. മ്ലാനത ഉണ്ടാകുമ്പോൾ ചെയ്യാവുന്ന ഏക മാർഗം ഇതൊന്നു മാത്രമാണ്. ആ മ്ലാനതയുടെ കാര്യകാരണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നാട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ അറിയിച്ച് നിർവൃതി കൊള്ളുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ഈ തമ്പുരാന്റെ അടുത്ത് അത് പറയാമെന്ന്. ഒരർത്ഥത്തില് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാല് ഇത് തന്നെയല്ലേ. പ്രാർത്ഥനയെ കുറിച്ച് എൻ്റെ ഒരു ആധ്യാത്മിക പിതാവ് പറഞ്ഞ ഒരു വ്യാഖ്യാനം ഇതാണ്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ നമ്മൾ സ്തുതിക്കുന്നതാണ് എന്ന് ഒരു കൂട്ടർ പറയും. ഒരു കൂട്ടർ പറയും കുറെ അപേക്ഷകൾ സമർപ്പിക്കുന്നതാണ്. ഒരു കൂട്ടർ പറയും കുറെ എഴുതി വെച്ച പ്രാർത്ഥനകൾ ചെല്ലിക്കൂട്ടുന്നതാണ്. ഇതൊക്കെയാണോ പ്രാർത്ഥന? അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു നമ്മള് ഈ മക്കളിൽ നിന്ന് പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ട്. ദൈവത്തെ പിതാവ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ പിതൃപുത്ര ബന്ധമായിരിക്കണം നമുക്കുണ്ടായത്. അത് വളരെ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഒരു കുഞ്ഞു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാൻ പറ്റും. ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി നഴ്സറിയിലോ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ക്ലാസ്സിൽ ചേർത്ത് കഴിയുമ്പോൾ ഈ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് വല്ലാത്ത അസ്വസ്ഥയായി. അതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ ഉണ്ടാകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങള് ഈ കൊച്ച് വീട്ടിൽ വന്ന് ഓടിച്ചാടി വന്ന് അപ്പന്റെയോ അമ്മയുടെയോ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മടി കയറി ഇരുന്ന് പറയാൻ തുടങ്ങും. ആ കുഞ്ഞിനുണ്ടായ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ ഏറെ വിതുമ്പലോടും ദുഃഖത്തോടും ഒക്കെ അവന്റെ മനസ്സിൽ എന്ത് വികാരങ്ങളുണ്ടോ അതേപടി തന്നെ ദൈവത്തോട് അല്ലെങ്കിൽ ഈ അപ്പനോടോ അമ്മയോടോ പങ്കുവയ്ക്കും. അതേസമയം അവൻ ചില ടീച്ചർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, ചില സമ്മാനങ്ങൾ ടീച്ചർ കൊടുത്തു, അതൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പറയും. കൂട്ടുകാരുടെ അടുത്തുണ്ടായ അനുഭവങ്ങള്, കൂട്ടുകൂടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി പറയും. കൂട്ടുകാരോട് ഉടക്കിയ കാര്യം അത് വളരെ വേദനയോടുകൂടി പറയും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ പകയും വിദ്വേഷമൊക്കെ ഉണ്ടാവും. ഈ ഓരോ പറച്ചിലിനും ഈ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഈ മകനെ അല്ലെങ്കിൽ മകളെ നേരായ വഴിയിലൂടെ നയിക്കാൻ വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമുക്കുള്ള വേദനകളും നൊമ്പരങ്ങളും ഒക്കെ
ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി പറയുക, ഇതൊന്നുമല്ല. ഇതൊക്കെ പറയേണ്ടത് ദൈവത്തോട്. അത് പങ്കുവെക്കുക ചെയ്യണം. അത് ദൈവത്തിന്റെ അടുത്ത് പോയി എന്നെ ഇങ്ങനെ എന്തിനായിട്ട് കഷ്ടപ്പെടുത്തിക്കണേ എന്ന് ചോദിക്കുകയല്ല. ദൈവം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്താ വേണ്ടേ? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, എന്താ വേണ്ടേ? ഇതിങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി, നന്ദിയുണ്ട് ദൈവം. സത്യത്തിൽ ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് നടത്തുക. അവരുടെ ആകുലതകള്, അവരുടെ സ്വപ്നങ്ങള്, അവരുടെ പരാജയങ്ങള്, അവരുടെ പ്രതീക്ഷകളുടെ തകർച്ചകള്, ഇതൊക്കെ അവര് പങ്കുവെക്കുന്നു. ആ പങ്കുവെപ്പ് കേട്ടിട്ട് ആണ് ക്രിസ്തു അതിന് മറുപടി കൊടുക്കുക. ഏതായാലും ആ മറുപടി നമ്മൾ കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. അവർ പങ്കുവെച്ചതിനെ കുറിച്ച് ഒരുപാട് ധ്യാനിച്ചില്ലെങ്കിലും യേശുവിന്റെ മറുപടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 3 കാര്യങ്ങളാണ് ഈശോ ആ മറുപടികളിൽ ആരോപിക്കുക. ഒന്ന്, അവര് ഭോഷന്മാരെ എന്ന് അവരെ വിളിക്കുക. എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്തേ ആരെയും നിങ്ങൾ ഭോഷരെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ ക്രിസ്തു തന്നെ കുറിച്ച് ചർച്ച ചെയ്ത് തന്നോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാര്, ഏതായാലും ശിഷ്യന്മാരായിരുന്നുണ്ട്, ഈ ശിഷ്യന്മാര് അവരെ ഭോഷ എന്ന് വിളിച്ചത്. ആരെയും ഭോഷരെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ ക്രിസ്തു 2 പ്രാവശ്യം ഭോഷൻ എന്ന് ബൈബിളിൽ തന്നെ വിളിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമുക്കറിയാം, ഭോഷനായ ധനികന്റെ ഉപമയില ഭോഷ എന്ന് വിളിക്കാതെ വിളിക്കുന്നു. അതിന്റെ കാരണം ഇതാണ്, നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ ഉള്ളവനാണ് ഭോഷൻ എന്നാണ് അവിടുത്തെ സൂചന. നിത്യതയെക്കുറിച്ച് ചിന്തിക്കാറ്. അപ്പൊ നമ്മളൊക്കെ ഭോഷന്മാരാകും എന്ന് വേണം വിചാരിക്കാൻ. കാരണം നമ്മുടെ മരണത്തെക്കുറിച്ച്, നമ്മുടെ നിത്യജീവനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണോ ജീവിക്കുന്നത്? മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൃത്യുബോധമുള്ളവൻ. മൃത്യുബോധമുള്ളവന്റെ അന്ത്യത്തിന്റെ പേരാണ് മരണം. മരിച്ചവർക്ക് ഉത്ഥാനം ഉണ്ടെന്നേ ബൈബിള് പറയുന്നു, ചത്തവർക്ക് ഉത്ഥാനം ഉണ്ടെന്ന് പറയുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ആഴത്തിൽ ധ്യാനിക്കേണ്ടത്. ഒരു പട്ടിയോ പൂച്ചയോ ജീവൻ അറ്റുപോയി കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറയില്ല, ചത്തു എന്ന് പറയണേ. കാരണം പട്ടിക്കും പൂച്ചയ്ക്കും മരണബോധമില്ല. മരണബോധമില്ലാത്തവളുടെ അന്ത്യത്തിന്റെ പേര് മരണമെന്നല്ല, ചാകലെന്നാണ്. ചത്തവർക്ക് ഉത്ഥാനം ഉണ്ടാവും, ബൈബിളിന്റെ ഭാഷയിലില്ല. ചത്തവർക്ക് ഉത്ഥാനം ഉണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. മരിച്ചവർക്കാണ് ഉത്ഥാനം. മരണബോധമുള്ളവരാണ്, മൃത്യുബോധമുള്ളവനാണ്, മനുഷ്യനാണ്, മർത്യനാണ്. അപ്പോ ഈ നിത്യതയുമായുള്ള ബോധമില്ലാതെ ജീവിക്കുന്നവൻ ഭോഷനാണ്. രണ്ടാമത് ക്രിസ്തു ഭോഷൻ എന്ന് വിളിക്കുന്നത് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെയാണ്. എന്തുകൊണ്ടാണ് അവരെ ഭോഷന്മാരെന്ന് വിളിക്കുക? എല്ലാം അറിഞ്ഞിട്ടും അതൊക്കെ അംഗീകരിക്കാത്തവരാ, ഉൾക്കൊള്ളാത്തവരാ. ഈ വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വലിയ അപകടം, എല്ലാം അറിയാം. വചനം വായിക്കാത്തവരെ അപേക്ഷിച്ച് വചനം വായിക്കുന്നവർക്ക് വചനം അറിയാം. പക്ഷെ അത് ആ വചനം ബോധ്യമായി ജീവനായി മാറുന്നുണ്ടോ എന്നുള്ളത്, വചനത്തെ ആത്മാവിലേക്ക് കയറ്റിയോ എന്നുള്ളത്, തലയിൽ കയറ്റിയോ എന്നുള്ളതല്ല. ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അത് തലയിൽ കയറ്റി വരാം, പക്ഷേ ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും കയറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും അവര് അംഗീകരിക്കാതിരുന്നവരാ. നമുക്കൊക്കെ അറിവുകളുണ്ട്, പക്ഷെ അത് ബോധ്യമാകുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ ആരോപണം ഭോഷന്മാരാണ് അവരെന്ന്. അപ്പൊ നമ്മള് ഈ ഭോഷന്മാരുടെ പട്ടികയില് ലേബലില് അങ്ങനെ ഒരു കിരീടം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ക്രിസ്തുവിന്റെ ആരോപണം വിശ്വസിക്കാൻ കഴിയാത്തവരാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട നിമിഷം എന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ്, അസ്വസ്ഥതകളാണ്, തിക്താനുഭവങ്ങളാണ്. ഈ തിക്താനുഭവങ്ങളില് ദൈവത്തോടു കൂടിയായിരിക്കാൻ പറ്റുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ,
സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ദൈവത്തോട് കൂടിയായിരിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്നു? വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്നു? അതോ ഒഴിവു നേരത്തെ വിനോദമാണോ വിശ്വാസം? മടിയന്റെ അലസതയുടെ ആലയല്ല വിശ്വാസം. നേരെ മറിച്ച് കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്റെ കർമ്മമണ്ഡലത്തിന്റെ പേരാണ് വിശ്വാസം. അപ്പോ നിരന്തരമായ ഈ ഒരു കർമ്മബോധത്തിലേക്ക്, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, നെഗറ്റീവ് അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചു പോകാൻ പറ്റുന്നു? അതോ ഒരു പ്രശ്നം വരുമ്പോ സകലതും ഇല്ലായ്മ ചെയ്ത പോകും? അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള? വിശ്വാസമുള്ളവർക്ക് നിരാശയില്ല. പഴയ കാലങ്ങളിൽ പറയുമായിരുന്നു, വൈദികരും സന്യസ്തരും ഒന്നും ആത്മഹത്യ ചെയ്യില്ല. കാരണം എന്നാന്ന് വെച്ചാല് അവർക്ക് വിശ്വാസമുള്ളവരാണ്. ഇന്നത് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല, ഗതികേടാ. വിശ്വാസമുള്ളവന് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. കാരണം അവന് വിശ്വാസമുണ്ട്. പിന്നെ ഇതിന് ആത്മഹത്യ ചെയ്യണം? അവന് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം എന്താ? അവന് വിശ്വാസമുണ്ട്. അപ്പോ നെഗറ്റീവ് അനുഭവങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. മൂന്നാമത്തേത് ഹൃദയം മന്ദീഭവിച്ചവര് എന്നാണ് പറയുന്നത്. ഹൃദയത്തിന്റെ മന്ദത എന്ന് പറയുന്നത് അവനവന്റെ അനുഭവങ്ങളുടെ സൂചനയല്ല, മറിച്ച് അപരന്റെ വേദനയിൽ വേദനിക്കാനും അപരന്റെ സന്തോഷത്തില് സന്തോഷിക്കാനും അപരന്റെ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന മനസ്സിന്റെ പേരാണ് ഹൃദയത്തിന്റെ മന്ദതയില്ലായ്മ. ബൈബിള് ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഹൃദയം മന്ദീഭവിക്കുക, ഹൃദയം തണുത്തുറഞ്ഞു പോകുക. ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം? അവനവന്റെ വികാരങ്ങളെ പൊക്കിപ്പിടിക്കുകയും അപരന്റെ വികാരത്തിന് വില കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതിന്റെ പേര. ഹൃദയം ഉണ്ടെങ്കിലാണ് അപരന്റെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അവനവന്റെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു ഹൃദയവും മതി, വികാരം മാത്രം മതി. പക്ഷെ അപരന്റെ അപരന്റെ വികാരങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ മന്ദതയില്ലാത്ത ഹൃദയം ആവശ്യമുണ്ട് എന്ന് സാരം. എന്നിട്ട് എന്താ ചെയ്യണേ? ഈ 3 ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഈശോ അതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും. ഇവിടുത്തെ വചന വ്യാഖ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈശോയാണ് വ്യാഖ്യാനിക്കുന്നത്. ഈശോയാണ് വചനം വ്യാഖ്യാനിക്കുക. ഏത് വചനമാണ് വ്യാഖ്യാനിക്കുക? ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം തന്നെ വ്യാഖ്യാനിക്കലാണ് ഈശോ ഇവിടെ ചെയ്യുക. ഈശോ ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ് ഈശോ വ്യാഖ്യാനിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം തന്നെ വ്യാഖ്യാനിക്കുന്ന കാര്യമാണ് ഇവിടെ നടത്തുന്നത്. ഒരർത്ഥത്തില് ഈ വചന വായനയില് നടക്കുന്നതും നടക്കേണ്ടതും ദൈവത്തിന്റെ വ്യാഖ്യാനമാണ്. ഞാൻ ഇന്നലെ ബൈബിള് വായിച്ചപ്പോഴ്, അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് ബൈബിള് വായിച്ചപ്പോഴ് ഇല്ലാത്ത പുതിയ വ്യാഖ്യാനം എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവം വ്യാഖ്യാനിച്ചു തരുന്നത്. അപ്പോ നമ്മള് വചനം വായിക്കുമ്പോൾ ഈ വ്യാഖ്യാന മനസ്സുമായിട്ട് വേണം വായിക്കാൻ. അർത്ഥം ഗ്രഹിക്കുക എന്ന് വെച്ചാൽ എന്താ? അതിന്റെ പൂർണ്ണ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം ഉൾപ്പെടെ ഉള്ള അർത്ഥങ്ങളാണ്. അപ്പോ അർത്ഥം ഗ്രഹിച്ച് വായിക്കുമ്പോഴാണ് കേൾക്കുന്നവരില് ഇതിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടും. ഒരു കുഞ്ഞുദാഹരണത്തിന്, ഒരു മുല കുടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ മുലക്കണ്ണില് കടിച്ചു കഴിയുമ്പോൾ അമ്മ സാധാരണ അതിൽ കള്ളൻ എന്ന് പറഞ്ഞവർ അടിയിച്ചു. കുറെ കാലം കഴിഞ്ഞ് ഈ കുഞ്ഞ് വളർന്നു വലുതായി കഴിഞ്ഞ് റോഡിലൂടെ പോകുമ്പോൾ ഒരു വഴിപോക്കൻ ഇവനെ കള്ളൻ എന്ന് വിളിച്ചാല് വാക്കൊന്ന. അമ്മ വിളിച്ചതും കള്ളൻ എന്ന് തന്നെയാണ്, വഴിയെ പോകുന്നവൻ വിളിച്ചതും കള്ളൻ എന്ന് തന്നെ. വാക്കൊന്നാണ്, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. കാരണം അമ്മ വിളിച്ച അർത്ഥത്തിലല്ല വഴിപോക്കം വിളിച്ചിട്ടുള്ളത്. ഒരേ വാക്ക് തന്നെ നമ്മൾ ഏത് അർത്ഥം കൊടുക്കുന്നുവോ ആ അർത്ഥത്തിലാണ് അതിന് ശ്രോതാക്കളിൽ പിടികിട്ടു. അപ്പൊ വചനം വായിക്കുമ്പോൾ ദൈവത്തോട് വ്യാഖ്യാനം ചോദിച്ചിട്ട് വേണം വചനം വായിക്കാൻ. വചന വായനയിൽ തന്നെയല്ല, വചനം പ്രഘോഷിക്കുന്നവർ ഈ ഗ്രൂപ്പിലുണ്ട്.
അപ്പോ വചനം ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ആദ്യം ഞാൻ ചെയ്യേണ്ട കടമ ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവത്തിൽ നിന്ന് വ്യാഖ്യാനം സ്വീകരിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ശരിയായ വ്യാഖ്യാനമാകുന്നത്. ആ വ്യാഖ്യാനമാണ് അവരനെ നന്മയിലേക്ക് നയിക്കൂ, മാറ്റമുണ്ടാവുകയുള്ളൂ. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയുള്ളൂ. ഹൃദയത്തിൽ ജ്വലനമില്ലാത്ത പ്രസംഗം അല്ലെങ്കിൽ വ്യാഖ്യാനം അത് കേട്ട് കഴിയുമ്പോൾ മറ്റേ എന്താ പറയണേ, നമ്മുടെ പ്രസംഗത്തിന്റെ ശൈലി കൊണ്ടോ അതിൽ കേട്ട കഥകൾ കൊണ്ടോ ഒക്കെ കേൾക്കാനൊരു സുഖമുണ്ട്. എങ്കിൽ ഇത് കഴിയുമ്പോൾ പറയാം അടിപൊളി പ്രസംഗമായിരുന്നു. എന്താ മനസ്സിലായേ? അല്ല, അത് സംഗതി അടിപൊളിയായിരുന്നു. എങ്ങനെ, എന്താ ഇയാൾക്കെന്താ മനസ്സിലായ? അല്ല, അത് സംഗതി സൂപ്പറായിരുന്നു. ഇയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. കരിമരുന്ന് പ്രയോഗം കണ്ട മാതിരിയാണ്, ഒന്നും കയറിയിട്ടില്ല. ഹൃദയം ജ്വലിച്ചില്ല. ഹൃദയം ജ്വലിക്കാതെ പോകുന്നത് ഈ ദൈവത്തിന്റെ വ്യാഖ്യാനമല്ലാതെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ്. അത് ഭാഷാപരമായ കഴിവുകൊണ്ടോ സംസാരിക്കാനുള്ള കഴിവുകൊണ്ടോ കുറെ വായിച്ചു പഠിച്ചത് കൊണ്ടും ഒക്കെ അതിനുള്ള സാധ്യതയുണ്ടാകും. പക്ഷേ ദൈവത്തിന്റെ വ്യാഖ്യാനം സ്വീകരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ഒന്ന് ശരിയായ വ്യാഖ്യാനം, രണ്ട് ദുർവ്യാഖ്യാനം. ശരിയായ വ്യാഖ്യാനം എന്ന് വെച്ചാല് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് കൊടുക്കുകയും അത് അവരിലേക്ക് ഹൃദയത്തിൽ ജ്വലനമുണ്ടാക്കി നന്മയിലേക്ക് നയിക്കുന്നതുമായിരിക്കും. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് കൊടുക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനത്തിലൂടെ അവരന്റെ ഹൃദയം ജ്വലിച്ച് അവനെ നന്മയിലേക്ക് നയിക്കപ്പെടും. ചില വ്യാഖ്യാനങ്ങള് നാശത്തിലേക്ക് നയിക്കും. ഒരു ഉദാഹരണത്തിന് ഞാനും വേറൊരാളും കൂടി വർത്താനം പറഞ്ഞു പോവുകയാണ്. ഓപ്പോസിറ്റ് ഒരാൾ വരുന്നു, ആൾ എന്നോട് സംസാരിക്കുന്നു, കൂട്ടത്തിലുള്ള ആളോട് അത്ര സംസാരിച്ചു. ഇത് കഴിഞ്ഞ ആള് പോയി കഴിയുമ്പോ നിന്നോട് ഒന്നും സംസാരിക്കാൻ നിങ്ങൾ തമ്മിൽ വല്ല ഉടക്കമുണ്ടോ? അവൻ മിണ്ടാതിരുന്നതിന് അവനെന്തോ പിണക്കമുള്ളത് കൊണ്ടല്ലേ? അത് എന്തോ പിണക്കം നിന്നോടുണ്ട്. ഈ വ്യാഖ്യാനം എന്തിനുള്ളതാ? അവരനെ തിന്മയിലേക്ക് നയിക്കാൻ. അവള് അന്നേരം ചിരിച്ചെന്തിനാ? നിന്നെ കളിയാക്കിയതാ. ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് വല്ലതും നേടാനുണ്ടോ? ആരെങ്കിലും നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്നു? എന്തിന്റെയും വ്യാഖ്യാനങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്ത് വ്യാഖ്യാനത്തെ? വചനവ്യാഖ്യാനം മാത്രമല്ല, എന്തിന്റെയും വ്യാഖ്യാനം സൂക്ഷിക്കേണ്ടതുണ്ട്. വ്യാഖ്യാതാക്കളുടെ പിതാവാരാണെന്നറിയാം? വ്യാഖ്യാതാക്കളുടെ പിതാവ്. പ്രത്യേകിച്ച് വചനവ്യാഖ്യാതാക്കളുടെ പിതാവ് എന്ന് പറയുന്ന പിശാച. കാരണം ഏറ്റവും ആദ്യം വചനം വ്യാഖ്യാനിച്ചത് പിശാച. നമുക്കറിയാം, ദൈവത്തിന്റെ ആദ്യ കൽപ്പന പഴം കഴിക്കരുതെന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചതാരാ? സർപ്പം. അപ്പൊ സത്യത്തില് വചനവ്യാഖ്യാതാക്കളുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ള സർപ്പാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. വചനവ്യാഖ്യാതാക്കളും സൂക്ഷിക്കണം, ശ്രോതാക്കളും സൂക്ഷിക്കണം. ദുർവ്യാഖ്യാനങ്ങളും നല്ല വ്യാഖ്യാനങ്ങളും ഉണ്ട്. നല്ല വ്യാഖ്യാനങ്ങളെ തിരിച്ചറിയാൻ പറ്റും. പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുകയാണ്, അവൻ യാത്ര തുടരുന്നതായി ഭാവിച്ചു. എല്ലാ വചന വ്യാഖ്യാതാക്കളും യാത്രികരാണ് എന്ന് മനസ്സിലാക്കണം. ജീവിതയാത്രയിലാണ്. ഒരിടത്തും കുറ്റിയടിച്ച് താമസിക്കരുത്. ഒരു കാര്യത്തിലും ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ട് എന്ന് പറയുന്ന പോലെ ആവരുത്. യാത്ര ചെയ്യാൻ പറ്റണം. ഒരാശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക്, ഒരു വചനത്തിൽ നിന്ന് മറ്റൊരു വചനത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് എന്നർത്ഥം. വചന ശുശ്രൂഷയിൽ ഉള്ളവരൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിലുള്ള ഒരു പ്രത്യേകത പിന്തിരിഞ്ഞു നോക്കരുതെന്നുള്ളത്. പഴയ നിയമത്തിൽ ഒരു പിന്തിരിഞ്ഞു നോട്ടമുണ്ട്. ഈ പിന്തിരിഞ്ഞു നോട്ടം ഒപ്പുതൂണ എന്നുള്ളത്. വചന വ്യാഖ്യാതാക്കളും വചന ശുശ്രൂഷയിലുള്ളവരും ഒക്കെ ഇടയ്ക്ക് കഷ്ടനഷ്ടങ്ങളെ കുറിച്ചും നഷ്ടപ്പെട്ട
നഗരത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട ഗ്രാമത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ചും ഒക്കെ പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല. പലപ്പോഴും വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് അങ്ങനെ ഒരു പിന്തിരിഞ്ഞു നോട്ടമുണ്ട്. ഈ പുറകിലുള്ള സമയം, ചെയ്യാൻ പറ്റാതെ പോയ ജോലികള്, സമയം നഷ്ടപ്പെട്ടത്, പൈസ നഷ്ടപ്പെട്ടത്, ഇങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉപ്പ് തൂണാവും. വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഉപ്പ് തൂണാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്തിരിഞ്ഞു നോക്കിയാൽ. നഷ്ടപ്പെട്ടതിലേക്ക് പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രം പോകേണ്ടവനാണ് ഓരോ വചന ശുശ്രൂഷകരും, ഓരോ വചന വ്യാഖ്യാതാക്കളും, ഓരോ വചന വായനാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും, ഓരോ മധ്യസ്ഥ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും, ഓരോ ദൈവിക ശുശ്രൂഷകൾ എന്തു തന്നെ ആയിക്കോട്ടെ അതിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ പഴയ നിയമത്തിലെ ലോത്തിന്റെ ഭാര്യയെ പോലെ നഷ്ടപ്പെട്ടതിലേക്ക് തിരിഞ്ഞു നോക്കി ആകേണ്ടവരല്ല, മറിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ് ക്രിസ്തുവിനെ പോലെ. എന്നിട്ടോ ഈ ക്രിസ്തുവിനെ ഇവര് തങ്ങളോടൊപ്പം ആയിരിക്കാൻ ക്ഷണിക്കുകയാണ്. എപ്പോഴും ഈ ക്ഷണം ആവശ്യം. വചന വ്യാഖ്യാതാക്കൾക്കൊക്കെ അതുകൊണ്ടാണല്ലോ വചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ പോലും എത്ര സുന്ദരമെന്ന് ബൈബിൾ പറയും. വചനം ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മാന്യതയോടുകൂടി കാണാൻ, അവരെ ആദരവോടുകൂടി കാണാൻ, അവരെ സ്നേഹത്തോടെ ക്ഷണിക്കാൻ. ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തുറന്നിടുക എന്ന് തന്നെയാണ്. അപ്പോ തുറന്നിടാനായിട്ട് സാധിക്കേണ്ടത് യേശുവിനെ ക്ഷണിക്കുക എന്നൊരർത്ഥം നമ്മൾ പൊതുവെ വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ അതിലേക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ വ്യാഖ്യാനത്തിലേക്ക് അധികം നീങ്ങുന്നില്ല. ഇവിടെ കൂടെ താമസിക്കുന്ന ദൈവമാണ് നമ്മുടെ. അതുപോലെ തന്നെ സമയം വൈകുന്നുണ്ട്, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ആശീർവദിച്ച് മുറിച്ച് കൊടുക്കുന്ന ദൈവമാണ്. ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ അർത്ഥം തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയാണ്. അത് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കാത്ത ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. രണ്ടാമത്തെ അർത്ഥം കുർബാനയാണ്. രണ്ടാമത്തെ അർത്ഥം കൊടുക്കലെല്ലാം ആശീർവദിച്ച് തന്നെ വേണം കൊടുക്കാൻ. വാഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ, അമ്മ മക്കൾക്ക് കൊടുക്കുമ്പോൾ, ഭാര്യ ഭർത്താവിന് നൽകുമ്പോൾ, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുമ്പോൾ, പ്രായമായ മാതാപിതാക്കന്മാർക്ക് മക്കൾ നൽകുമ്പോൾ വാഴ്ത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതോ പ്രാവീണർന്നാണോ കൊടുക്കുന്നത്? കുറ്റം പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? വാഴ്ത്തി കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ വലിയ പ്രത്യേകത അവന്റെ കൊടുക്കലുകളൊക്കെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി കൊടുത്തു എന്നാ പറയാം. ഉണ്ടാക്കിയവനോട്, ഈ സാഹചര്യം ഭക്ഷണം ഉണ്ടാക്കിയവരോട്, ഇത് കഴിക്കുന്നവരോട് നന്ദി കാണിക്കണ്ടേ? കഴിക്കുന്നവരോട് നന്ദി പറയണം. കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് നിഷേധിച്ചു പോയി കഴിഞ്ഞാൽ എന്താ ഒരു വിലയുള്ള? ഒരു അമ്മ സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ വെച്ചു വിളമ്പി കൊടുത്തു എന്ന് വിചാരിക്കുക. ആരോടുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ആ കുടുംബനാഥയ്ക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? അപ്പൊ സ്വീകരിക്കുന്നവരോട് നന്ദി കാണിക്കണ്ടേ? അപ്പോ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. എല്ലാ ശുശ്രൂഷകളും അങ്ങനെ വേണം, എല്ലാ നൽകലുകളും അങ്ങനെ വേണം. സമയം കൊടുക്കുമ്പോഴും, സമ്പത്ത് കൊടുക്കുമ്പോഴും, സ്നേഹം കൊടുക്കുമ്പോഴും, കരുണ കൊടുക്കുമ്പോഴും, കരുതൽ കൊടുക്കുമ്പോഴും, ശുശ്രൂഷ കൊടുക്കുമ്പോഴും, സഭാ ശുശ്രൂഷ ആയിക്കോട്ടെ, ദൈവിക ശുശ്രൂഷ ആയിക്കോട്ടെ, ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും വാഴ്ത്തി കൊടുക്കാനായിട്ട് പറ്റുമോ? സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമോ? കൃതജ്ഞതയോടുകൂടി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താലാണ് സ്വീകരിക്കുന്നവരുടെ കണ്ണ് തുറക്കുക, സ്വീകരിക്കുന്നവരുടെ കണ്ണ് നിറയുള്ളൂ. അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കണ്ണ് നിറഞ്ഞാൽ പിന്നെ അവൻ അപ്രത്യക്ഷനാവും. അപ്പോൾ തന്നെ അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയെന്ന്. ക്രിസ്തു അനുഭവം ഉണ്ടായാൽ അപ്പൊ തിരിച്ചു പോകണം. ദൈവാനുഭവം ഉണ്ടായാൽ അപ്പൊ തിരിച്ചു പോകണം. നമുക്കറിയാം, താബോർ മലയില് ദൈവാനുഭവം ഉണ്ടായപ്പോ ശിഷ്യന്മാര് പറഞ്ഞു നമുക്ക് കൂടാരം ഉണ്ടാക്കി ഇവിടെ ആവാം. ക്രിസ്തു പറഞ്ഞു പറ്റില്ല, നമുക്ക് താഴത്തേക്ക് പോകണം. അപ്പൊ പോണം. ദൈവാനുഭവം ഉണ്ടായാൽ അപ്പൊ ഇറങ്ങി പുറപ്പെടും. ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവർ ഏതൊരു കാര്യത്തിലാണോ പോയ ആ ലക്ഷ്യമൊക്കെ മാറ്റിവെച്ചിട്ട് അപ്പൊ തന്നെ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി, ആത്മീയതയിലേക്ക് തിരിച്ചുപോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രിയമുള്ളവരെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ആത്മീയതയുടെ കൂടാരമായ ജെറൂസലേമിൽ നിന്ന്
അകലേക്ക് പോവുക. നമ്മുടെ ജീവിതയാത്ര ദൈവിക ദൈവാത്മാവിൽ നിന്ന് പൈശാചിക ആത്മാവിലേക്ക് എത്ര ദൂരം യാത്ര ചെയ്തു എന്നുള്ളത് ദൈവാനുഭവത്തില് തിരിച്ചു പോകേണ്ട സമയമായി. ഈ ശുശ്രൂഷ അതിന് നമ്മളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.